ഹായ് മൈ ഡിയർ ഫാമിലി, നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തോലെല്ലാം ചെത്തി വൃത്തിയാക്കി കുക്കറിൽ ഉപ്പും വെള്ളവും ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞിട്ടോ ആവിയിലോ ആ തൊലിയോടെ തന്നെയോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് വേവിച്ചെടുക്കാം. ശേഷം അത് ഒരു 2-3 വിസിൽ കേട്ടതിന് ശേഷം ഞാനതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും അടുപ്പ് കത്തിക്കുക. അതിലേക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വേണമെന്നുള്ളവർക്ക് സൺഫ്ലവർ യൂസ് ചെയ്യാം. ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് വഴറ്റാൻ എളുപ്പത്തിന് ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചെറുതായൊന്ന് ഉടച്ച് ചേർക്കാം. കൈ കൊണ്ട് തന്നെ മാക്സിമം ഉടച്ച് ചേർക്കുക. മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ. അത് ഞാൻ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഞാനൊരു ചപ്പാത്തി പരത്തുന്ന പലകയിലിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരിക്കൊന്നും ഞാൻ തൽക്കാലം മുറിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ ബ്രെഡ് നിരത്തിയിട്ടില്ല, അതുപോലെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് സെക്കൻഡ് ബ്രെഡ് നമ്മൾ ആദ്യം വെച്ചതിൻ്റെ ഫില്ലിങ്ങിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് അതൊരു ഗ്ലാസ്സോ ആ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാനൊരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചു. അങ്ങനെ അത് ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു മുട്ടയിൽ നിന്ന് 4 എണ്ണം ഉണ്ടാക്കാനുള്ള അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചപ്പിച്ച് കൊടുത്താൽ മതി, അതങ്ങ് ഒട്ടിക്കോളും. അല്ലാണ്ട് മുട്ടയിൽ മുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ മുട്ടയൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ചേർക്കുന്നത് നമ്മുടെ നാടൻ നെയ്യാണ്. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയാലും കൂടുതലും ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. എനിക്ക് മുന്നേ നെയ്യുടെ സ്മെല്ല ഒന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നോർമൽ നമ്മൾ ബ്രെഡ് മൂപ്പിക്കുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചിട്ട് അന്നത് വിട്ട് പോകില്ല കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ച ഫില്ലിങ്സ് അതുപോലെ തന്നെ നിൽക്കും. നമ്മുടെ മുട്ടയുടെ ബാറ്ററിലോ അല്ലെങ്കിൽ മൈദാമാവിൻ്റെയോ കോൺഫ്ലവറിൻ്റെയോ ബാറ്ററിലോ ഒന്നും മുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, അതൊന്നും പോകാതെ ഇരുന്നോളും. അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഇളകി പോകുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ 4 മണിക്ക് കഴിക്കാനായാലും കുഞ്ഞിൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാനുള്ളതായാലും ഒരു സ്വാദേറിയ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ മോൾക്ക് സ്നാക്സ് ബോക്സ് കൊടുത്തുവിടാനാണ് ഉണ്ടാക്കുന്നത്. കൂടുതലും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കാരണം അല്ലാണ്ട് ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തുവിടാറില്ല. നല്ല ടേസ്റ്റാണ്. കെച്ചപ്പ് കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അല്ല ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.